മഴ തോരും മുമ്പ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ശരണ്യരെ അമ്മനോട് സംസാരിക്കുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവളെ പഠിപ്പിക്കണം, നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ അമ്മേ, എനിക്ക് ഇത്തിരി ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. അപ്പോൾ ശരണ്യ കൊഞ്ചും, അയ്യോ ചേച്ചി വെച്ചോ, എന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്ക് ചേച്ചിയോട് കുറച്ചും കൂടെ സംസാരിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് സാരില്ല, കൊച്ചിനവിടെ പണിയുണ്ടാവും, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ അകത്തേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ ഹോട്ടലിലെത്തുമ്പോൾ നമ്മുടെ സ്റ്റാൻലിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ റിസപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് കയറിപ്പോരെന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് വരും. അങ്ങനെ അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറയും. ഗുഡ് മോർണിംഗ് ഒക്കെ പറയും, ഷെയ്ക്കിൻ്റെ കൊടുക്കും. രണ്ടുപേരിരിക്കും. ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. ഒരു പരിചയമില്ലാത്ത ഒരാൾ പാലയിൽ നിന്ന് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നെ കാണാൻ വരുന്നു. 22 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 22 വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു കുട്ടിയുണ്ടെന്ന് പറയുന്നു. ആ കുട്ടി നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. ആ കുട്ടിയെ എന്നോട് ഏറ്റെടുക്കണമെന്ന് പറയുന്നു. എൻ്റെ പഴയകാല പ്രണയകഥ പറയുന്നു. ഇതിലൊക്കെ എന്ത് സത്യമുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയും അതൊക്കെ പറയാം എന്ന് പറയും. പിന്നീട് വീണ്ടും ചോദിക്കുന്നു, ആർക്കും അറിയാത്ത ഈ രഹസ്യം നിങ്ങൾ മാത്രം എങ്ങനെ അറിഞ്ഞു? വൈജയന്തിക്ക് അറിയില്ല അലീന അവളുടെ മകളാണെന്ന്, അതുപോലെ മറ്റുള്ളവർക്ക് അറിയില്ല, അപ്പോൾ പിന്നെ നിങ്ങൾ മാത്രം ഈ രഹസ്യം എങ്ങനെ അറിഞ്ഞു? അങ്ങനെ ഒരുപാട് സംശയങ്ങളായിട്ടാണ് മിസ്റ്റർ ബാലചന്ദ്രൻ ഞാൻ ഈ പാലയിലേക്ക് വന്നിട്ടുള്ളത്. അതിനൊക്കെ എനിക്ക് മറുപടി കിട്ടണം എന്ന് പറയുന്നു. ബാലേന്ദ്രൻ ചോദിക്കും, നിങ്ങൾ ഇത്ര രാവിലെ ഇങ്ങോട്ട് എത്തിയോ എന്ന് ചോദിക്കും. അതെ, ഞാൻ 10 മണിയായപ്പോഴത്തേനും എത്തി, കാരണം തിരിച്ചു പോകണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അത്ര നേരത്തെ പോകുന്നതെന്ന് പറയും. ശരി, ഇനി നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറയാമെന്ന് പറയും. അങ്ങനെ അന്ന് നിങ്ങൾ ആഗ്രയിൽ നിന്നും വൈജയന്തിയെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നെയ്യാറ്റിൻകരയിലുള്ളൊരു നേഴ്സിംഗ് ഹോമിലാണ് വൈജയന്തി പ്രസവിച്ചത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ കഥകൾ അറിയാം. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ടാണ് പ്രസവിച്ചത്. അത് പിന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർക്ക് പൈസ കൊടുത്താൽ എന്തും നടക്കുമല്ലോ എന്ന് സ്റ്റാൻലിയും പറയും. അതെ, അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് വൈജയെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചു. അതിനുശേഷം കുഞ്ഞ് മരിച്ചെന്നും പറഞ്ഞു. അതും വൈജയന്തി വിശ്വസിച്ചു. എന്നിട്ട് എന്ത് കുഞ്ഞിരാമമേനോനും ഉണ്ണിമേനോനും കൂടി ഈ കുഞ്ഞിനെ കഴക്കൂട്ടത്തുള്ള സ്നേഹനികേതൻ എന്ന് പറഞ്ഞ ഓർഫനേജിൽ കൊടുത്തു. അപ്പോൾ സ്റ്റാൻലിക്ക് എല്ലാം വിശ്വാസമായി വരുന്നുണ്ട്. സത്യമാണത്, ഈ പറയുന്നതൊക്കെ സത്യമെന്ന് പറഞ്ഞു. പിന്നീട് എന്ന് ചോദിക്കും, പിന്നെ അത് അവിടെ നിൽക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആഗ്രയിൽ നിന്ന് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് കുളത്തൂപ്പുഴയിൽ ഈ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഉണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഒരു 3 മണിക്കൂറുള്ളല്ലോ ഈ പാലയിലേക്ക്, എന്തുകൊണ്ട് വൈജയന്തി അന്വേഷിച്ച് വന്നില്ല എന്ന് ചോദിക്കും. ആര് പറഞ്ഞു വന്നില്ല എന്ന്? 2 തവണ വന്നു. അവളെ ബന്ധുവീട്ടിലെങ്ങാണ്ട് ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. ഒരു തവണ അറിയില്ല എന്ന് പറഞ്ഞു, 2ാമത്തെ തവണ എന്നെ അപമാനിച്ച് വിട്ടു എന്ന് പറയും. പിന്നീട് എനിക്ക് നേരെ ഒരു വധശ്രമം, ഒരു ആക്സിഡൻറ്റ്, ഞാൻ മരണാസന്നയിൽ കിടക്കുകയായിരുന്നു. മരണാസന്നയിൽ വെന്റിലേറ്ററിൽ വരെയും കിടന്ന് 3 മാസമാണ് ഞാൻ ആ കിടപ്പ് കിടന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൈക്കായിരുന്നു, ഞങ്ങൾ ബൈക്കും എതിരെ വന്ന ജീപ്പായിരുന്നു ഞങ്ങളുടെ കണ്ണിലേക്ക് ലൈറ്റ് അടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അപകടം പറ്റിയത്. ആ സ്പോട്ടിൽ തന്നെ എൻ്റെ സുഹൃത്തും ബന്ധുവും മരിച്ചു എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് കേസിന് പോയിരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ കേസിന് പോകണം, ഞാൻ 3 മാസം പറഞ്ഞില്ലേ, ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല, ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, ഞാൻ ആർക്കെതിരെ കേസിന് പോകണം, ആ ജീപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ അപ്രത്യക്ഷമായി. എൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ അവർ അതും മറന്നു. പിന്നീട് ഓർമ്മ വന്നപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും ഞാൻ അതിൻ്റെ പിന്നാലെ പോയില്ല. കാരണം അപ്പോഴത്തേനും വൈജയന്തിയെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയൻ ആൽബിച്ചനാണ് എനിക്ക് ആ ഫോട്ടോ കാണിച്ചു തന്നത്. ഫോട്ടോ അല്ല, പത്രത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആരാണ് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ചോദിക്കും. കൈതയ്ക്കൽ മാളിക വീട്ടിലെ ശിവശങ്കര മേനോനും രാജീവ് മേനോനും കൂടിയാണ് അത് ചെയ്തത് എന്ന് പറയും. ഗംഗാധരന് അതിൽ പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നും പറയും. അപ്പോൾ അയാൾക്ക് ബാലചന്ദ്രന് ആ ചതിയുടെ ഇതൊക്കെ മനസ്സിലാവണം. കൈതയ്ക്കൽ മാളിക വീട്ടുകാരുടെ ആ ഇത് എത്രത്തോളം പകയുണ്ടായിരുന്നുള്ള കാര്യം മനസ്സിലായി എന്ന് പറയും. ഇനിയെങ്കിലും പറയൂ, അലീന എൻ്റെ മകളെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുന്നു. ശരി, പറയാമെന്ന് പറയും. അങ്ങനെ ആ കുഞ്ഞിനെ ബ്രിജിത്ത എന്ന് പറഞ്ഞ സ്ത്രീനെ ഏൽപ്പിച്ചത്. എന്നിട്ട് ചോദിക്കും, എന്നിട്ട് കരൾ രോഗം വന്ന് മരണാസന്നയിലായ മരണത്തോട് മല്ലിട്ടിരിക്കുന്ന സമയത്താണ് ബ്രിജിത്താമ്മ അലീന എന്നുള്ള അവളെ പേരെന്ന് പറഞ്ഞു. അപ്പോൾ അലീനനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു.
കുഞ്ഞിരാമമേനോനെ കാണാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും. കുഞ്ഞിരാമമേനോനും ശിവശങ്കരൻ്റെ മൂത്ത മകൻ മനുവും കൂടി പോയി അലീനനെ കണ്ടു. കാലൊടിഞ്ഞ് കിടക്കുന്ന തൻ്റെ ഭാര്യനെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് അലീനനെ കുഞ്ഞിരാമമേനോൻ കൈതക്കൽ മാളിക വീട്ടിലേക്ക് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. മനുവിനോട് ആ കാര്യം മനുശങ്കറിനോട് ആ കാര്യം ഏൽപ്പിച്ച് കിളവൻ ചത്തു അങ്ങനെ തന്നെ പറയുന്നത് ബാലചന്ദ്രൻ. കിളവൻ നേരത്തെ പോയി എന്ന് പറയും. എന്നിട്ട് വൈകാതെ തന്നെ ബ്രിജിത്താമ്മ അതായത് അലീനെ വിളിക്കുന്ന ബ്രിജിത്താമ്മ എന്ന് പറഞ്ഞ സ്ത്രീയും പോയി എന്ന് പറയും. പിന്നീട് കളവൻ്റെ അന്ത്യാഭിലാഷം അല്ലേ എന്ന് വിചാരിച്ച് ഞാനും മനുവും കൂടി അലീനനെ കൂട്ടിക്കൊണ്ട് വന്നു. ഇതാണ് സംഭവം. അപ്പോൾ അലീനയ്ക്ക് അറിയോ സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നതെന്ന് ചോദിക്കും. അറിയാം, അവൾക്കറിയായിരുന്നു. അവളോട് മരിക്കുന്നതിന് മുന്നേ ബ്രിജിത്താമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിൻ്റെ ബന്ധുക്കളുടെ അടുത്തേക്കിന് പോണ്, നിൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ അടുത്തേക്കിന് പോണ്, നിനക്ക് അവരെ കാണാം, അവരോട് മിണ്ടാം, അവരോട് സംസാരിക്കാം, അവരെ സ്നേഹിക്കാം. പക്ഷെ നീ ആരാണെന്ന് അവർ ഒരിക്കലും അറിയരുത്. നീ ആരാണെന്ന് അവർ അറിയണോ അപ്പോൾ തീരും അവരുടെ ജീവിതം. അതുകൊണ്ട് നീ ആരാണെന്ന് ഒരിക്കലും ആരും അറിയരുതെന്ന് പറയും. അവൾ അക്ഷരം പ്രകൃതി അതനുസരിച്ച് കൊണ്ടുവരികയായിരുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കും. ഇവൾ അനാഥാലയത്തിൽ ഇവൾക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരി മറ്റൊരു വീട്ടിലാണ് ജോലിക്ക് നിന്നിരുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണമാണ് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് അലീനയുടെ പെരുമാറ്റത്തിൽ ചില സംശയം തോന്നിയത് കൊണ്ട് ഞാൻ അവളുടെ ഫോൺ ചോർത്തി. അങ്ങനെയാണ് അലീന വൈജയന്തിൻ്റെ മകളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതെന്ന് പറയും. അങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന സ്റ്റാൻലി എന്ത് ചെയ്യണം, അപ്പോൾ പറഞ്ഞു വരുന്നതൊക്കെ സത്യം തന്നെയാണ് അയാൾക്ക് മനസ്സിലാവണം. പിന്നെ അതിനിടയ്ക്ക് ഗോവർദ്ധൻ നമ്മുടെ അലീനനെ അന്വേഷിച്ച് ചെല്ലുന്നുണ്ട്. അപ്പോൾ പറയും അച്ഛൻ ബാഗ് എടുക്കാണ്ടാണ് പോയത്. അപ്പോൾ കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ബാഗ് എടുക്കാൻ അച്ഛൻ വന്നതാണെന്ന് വിചാരിച്ചു എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രനെ വിളിക്കും ഗോവർദ്ധൻ. ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നോട് ആരും പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ, എന്നെ വിളിക്കാനല്ലേ പറഞ്ഞത്, ഞാൻ ഇന്നൊരു ഹോട്ടലിലുണ്ട്, ഇവിടേക്ക് വായോന്ന് പറയും. അങ്ങനെ അലീനനോട് പറഞ്ഞ് ഹോട്ടലിലുണ്ടെന്ന് പറയും. ഏതിനൊന്നും അറിയില്ല. പക്ഷേ അലീനയ്ക്ക് ഭയങ്കര സംശയം തോന്നുന്നുണ്ട്. ഗോവർദ്ധനാണെങ്കിലും ഭയങ്കര ടെൻഷനും. എന്താ അങ്കിളെ, അച്ഛനും ഭയങ്കര ടെൻഷനായിരുന്നു, അങ്കിളിനും ഭയങ്കര ടെൻഷൻ. സത്യം പറ. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊരു ക്ലൈം അവിടെ വന്നിട്ടുണ്ട്, അവരെ സ്വീകരിക്കണം, അപ്പം എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് ചായയൊക്കെ കൊടുക്കണ്ടേ എന്ന് പറയും. എന്നിട്ട് ആ ബാഗും കൊണ്ട് നമ്മുടെ ഗോവർദ്ധനം പോകും. അപ്പോൾ ഗോവർദ്ധനം ഇങ്ങോട്ട് വന്നാൽ നമ്മളുടെ സംസാരത്തിന് ഒരു പ്രശ്നം വരില്ലേ, അയാൾ വന്നാൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ബാലചന്ദ്രനോട് സ്റ്റാൻലി ചോദിക്കും. പറയും അല്ല അറിയാം, എൻ്റെ അളിയനാണത്, വൈജയൻ അവളുടെ അമ്മ എന്നും നിങ്ങളാണ് അവൾ അച്ഛൻ എന്നുള്ള കാര്യവും ഗോവർദ്ധനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ, എന്നാൽ കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ സ്റ്റാൻലി പറയണേ എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണം എന്ന് പറയണേ. അതോടുകൂടി എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന ചായ ആയിട്ട് വരുന്നതും സ്റ്റാൻലി അങ്ങനെ അലീനനെ കാണാൻ പോകുന്നതൊക്കെയാണ്. അപ്പോൾ ഗോവർദ്ധനോട് പറയുന്നുണ്ട് സ്റ്റാൻലി കാണാനാണോ അലീനെ കാണാനാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധനോട് ബാലചന്ദ്രൻ പറയും വരട്ടെ, ഇതിപ്പോൾ അയാളുടെ ഊഴാണ്, അയാൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. അയാൾ അലീനനെ ഏറ്റെടുത്താൽ മാത്രമേ എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ വൈജയന്തിക്കുള്ള ശിക്ഷ വിധിക്കുള്ളൂ എന്ന് പറയും. പിന്നെ അയാൾക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മോളെ ഞങ്ങൾക്ക് കൂടെ വിടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ തൻ്റെ അന്തിമ തീരുമാനം ഗോവർദ്ധനോട് പറയുന്നതാണ് പ്രമേയുടെ അവസാന ഭാഗവും. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.